ചവിട്ടി നിർത്തുമ്പോൾ ബാലൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നത് ഈ സ്പീഡ്. നമ്മൾ പേടിക്കാൻ ടെൻഷൻ വേണ്ട, നമ്മൾ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ പഠിച്ചു വന്നു. ഹലോ നമസ്കാരം, സിമ്പിൾസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മൾ റോഡ് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ മൊത്തം റോഡ് സൈഡിലായിരിക്കും. റോഡിൽ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് റോഡിൽ വെച്ച് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പം അതിൽ വരുന്ന വണ്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ റോഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഭയങ്കര വീതി കുറഞ്ഞ റോഡാണ്. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നത് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചെറിയ റോഡിൽ തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ തന്നെ കാണിച്ചു തരാം. നമുക്ക് അവിടെ കോഴിക്കോടുള്ള പോലെ ചെറിയ റോഡുകളൊന്നുമില്ല, ഇവിടെ എല്ലാം തിരക്ക് പിടിച്ച റോഡുകളാണ്. അപ്പോൾ ഞാൻ ഈ റോഡ് ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുക്കണേ. അപ്പൊ എങ്ങനെ സേഫ് ആയിട്ട് കൊണ്ടുവന്ന് വണ്ടി നിർത്താം എന്നാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വണ്ടി നിർത്തേണ്ടത്, അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നേട്ടം പറഞ്ഞു തരുന്നത്. അതുകൂടാതെ ഇതൊരു മണ്ണ് റോഡും കൂടാണ്. അപ്പൊ ഒന്നും കൂടി കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും. കുറച്ചുകൂടെ ഇപ്പം മണ്ണ് റോഡിൽ നന്നായിട്ട് ഇത് പഠിക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടാറിംഗ് റോഡിൽ അതിലും കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും മണ്ണ് റോഡിലെ കാണിച്ചു തരാം. മണ്ണ് റോഡ് ആയതുകൊണ്ട് തന്നെ ഉണ്ണിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ മണ്ണ് റോഡിൽ കൂടെ കാലെടുത്ത് വെച്ച് വരാൻ കേട്ടോ, കാരണം ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ കാല് താത്തിയിട്ടിട്ടാണ് ഞാൻ ഇതിലെ വണ്ടി എടുത്തോണ്ട് വരുന്നത്. ടാറിങ്ങിലെ പോലെ അല്ലെ മറ്റേ ഉറച്ചെടുക്കുന്ന മണ്ണിൽ കൂടെ നമ്മളിട്ട് ഓടിക്കുന്ന പോലെയല്ല, ഇതുപോലെ ഈ പൂഴിമണ്ണാണ്, നന്നായിട്ട് പൂഴിമണ്ണാണ്. അപ്പൊ നമ്മൾ സ്റ്റാൻഡ് വെക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, നന്നായിട്ട് ഉറച്ചാണ് ഇരിക്കുന്നതെന്നൊക്കെ ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പടയെന്ന് താഴെ കിടക്കും. അപ്പൊ അതുകൊണ്ട് കാല് ഞാൻ എടുത്ത് മേളിൽ കയറ്റി വെക്കാതെയാണ് ഇതിലെ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ വീഡിയോ ചെയ്ത് കാണിക്കുക, എന്നെ കൊണ്ട് അന്നേരം പറ്റില്ല, എനിക്കത് ക്ലിയർ ആയിട്ടില്ല ഇതുവരെ. എനിക്കിനി അത് ഓടിച്ചോടിച്ച് ശരിയാവണം. ഏട്ടനായിരിക്കും അന്നേരം കാണിച്ചു തരുന്നത്. അപ്പൊ എനിക്കിവിടെ പഠിക്കാം. നമ്മൾ ആദ്യം വണ്ടി നിർത്തുന്നതിന് മുമ്പ്, അത് ഏത് സിറ്റുവേഷനിലായാലും നമ്മൾ വണ്ടി നിർത്തുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് ഒരിക്കലും നമ്മൾ പിടിക്കരുത്. പുറകിലെ ബ്രേക്ക് ആയിരിക്കണം നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. കാരണം പഴയ വണ്ടികൾക്കൊക്കെ പുറകിലത്തെ ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ പുറകിലത്തെ ബ്രേക്ക് മാത്രമേ ലോക്ക് ആവത്തുള്ളൂ. എന്നുവെച്ചാൽ പുറകിലെ ബ്രേക്കിൽ മാത്രമേ ബ്രേക്ക് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വണ്ടി സ്കിഡായി പോകാൻ. ഇപ്പോൾ ഇത് നല്ല മണ്ണ് റോഡാണ്. അപ്പോൾ ഈ വണ്ടിയിൽ അത് കാണിക്കാൻ പറ്റില്ല, കാരണം പുറകിലത്തെ ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലെ ബ്രേക്കും കൂടെ അപ്ലൈ ആവുന്ന രീതിയിലുള്ള പുതിയ സിസ്റ്റമാണ് ഈ വണ്ടിയിലുള്ളത്. അതുകൊണ്ട് ഇതിൽ കാണിച്ചു തരാൻ പറ്റില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് സ്കിഡാവുന്നത്, അല്ലെങ്കിൽ അത് കാണിച്ചു തരാം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പുറകിലത്തെ ബ്രേക്ക്, നിങ്ങൾക്ക് സൈക്കിളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും ഒരു സ്കിഡാവുന്നതിനെ കുറിച്ച്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് ആദ്യം പിടിക്കരുത്. പുറകിലെ ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി സ്ലോ ആയി കഴിയുമ്പോൾ മാത്രം ഫ്രണ്ടിലെ ബ്രേക്ക് പിടിക്കുക. വണ്ടി എപ്പോഴും നിർത്തുമ്പോൾ ഫ്രണ്ടും ബാക്കും ബ്രേക്കും കൂടെ ഒരുമിച്ചായിരിക്കണം ഉണ്ടാവേണ്ടത്. ബാക്കിലെ ബ്രേക്ക് കൊണ്ട് ചിലപ്പം ഒരിക്കലും വണ്ടി പൂർണ്ണമായിട്ട് നിന്നെന്ന് വരത്തില്ല. അതുകൊണ്ട് ബാക്കിലെ ബ്രേക്ക് പിടിച്ച് വണ്ടി സ്ലോ ആയി കഴിയുമ്പോൾ ഫ്രണ്ടിലെ ബ്രേക്ക് പിടിക്കുക. നമുക്കിപ്പം ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഫ്രണ്ടിലൊരു വണ്ടി പെട്ടെന്ന് നിന്നു, അന്നേരം പെട്ടെന്ന് നിർത്തേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആക്സിലേറ്റർ പെട്ടെന്ന് തന്നെ അങ്ങ് കൈ എടുക്കുവാണോ? ആക്സിലേറ്റർ നമ്മൾ വണ്ടി നിർത്തുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ആക്സിലേറ്റർ കൊടുത്തായിരിക്കുമല്ലോ പോകുന്നത്. ആക്സിലേറ്റർ നമ്മൾ ഇങ്ങനെ കൈയെടുത്ത് മാറ്റരുത്. ആക്സിലേറ്ററിന് ഇങ്ങനെ കുറയ്ക്കണം, പൂർണ്ണമായിട്ടും കുറയ്ക്കണം. പൂർണ്ണമായിട്ടും മുന്നോട്ട് തിരിക്കുമ്പോൾ തന്നെ ആക്സിലേറ്റർ ഫുൾ ഓഫ് ആവും. ഓഫ് ആകുമ്പോൾ തന്നെ വണ്ടി സ്ലോ ആവും. അന്നേരം തന്നെ സ്ലോ ആവുന്ന സമയത്ത് നമ്മൾ ബാക്കിലെ ബ്രേക്ക് ചെറുതായിട്ടൊന്ന് പിടിക്കുക, ഫ്രണ്ടിലെ ബ്രേക്ക് പിടിക്കുക. ബാക്കിലെ ബ്രേക്ക് ഒന്ന് പിടിച്ച് തുടങ്ങിയതിന് ശേഷം മാത്രം ഫ്രണ്ടിലെ ബ്രേക്ക് ബാക്കിലെ ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ വണ്ടി സ്ലോ ആവും. ആക്സിലേറ്റർ മാറ്റുമ്പോഴേ സ്ലോ ആവും. ബാക്കിലെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒന്നുകൂടെ സ്ലോ ആവും. ഫ്രണ്ടിലെ ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി നിൽക്കും. ആ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും അത് തന്നെ മനസ്സിൽ വെച്ചിരിക്കുക, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ. അത് കുറെ വട്ടം പ്രാക്ടീസ് ചെയ്തെങ്കിലേ റെഡി ആവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ശൈലിയിൽ നമ്മൾ ഒന്നിച്ചൊരു പിടുത്തം പിടിക്കും. ഒന്നിച്ച് പിടിക്കും, വണ്ടി പെട്ടെന്ന് അങ്ങ് നിൽക്കുക. നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ പുറകിലുള്ള ആൾ നമ്മളെ ഇടിക്കും, പുറകെ വരുന്ന വണ്ടികൾ നമ്മളെ തട്ടും. പിന്നെ വണ്ടി നിരങ്ങുകയാണെങ്കിൽ നിരങ്ങി ചെന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും റോഡ് കുറച്ച് സ്മൂത്ത് ആണെങ്കിൽ. പിന്നെ നമ്മൾ ആദ്യമേ വണ്ടിക്ക് ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് എപ്പോഴും ഒരു വണ്ടിയെ മുട്ടിച്ച് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലേ? അതിന് മുന്നേ ഏട്ടൻ അത് പറഞ്ഞിട്ടുണ്ട് വീഡിയോയില്. കാര്യം ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഒരു ബ്രേക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കണം. ഇപ്പൊ ഏകദേശം ഈ ഒരു ലെങ്ത് കണ്ടോ, ഏറ്റവും കുറഞ്ഞത് ഈ ഒരു ദൂരങ്ങളിൽ നമ്മൾ വെച്ചിരിക്കണം. കാരണം വലിയ ടൗണുകളിലൊന്നും പറ്റത്തില്ല, എന്നാലും നമ്മൾ ഈ ഒരു ദൂരത്തിൽ വെച്ചിരിക്കണം. പല ആൾക്കാരും അതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ പോകും. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ വണ്ടി ബ്രേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് നിൽക്കാൻ എത്തുന്ന സ്ഥലമാണ് ബ്രേക്ക് ഡിസ്റ്റൻസ്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. വണ്ടി എത്രയും സ്പീഡ് 60, 50 വരുന്ന വണ്ടികളാണ്. 60 വരെ നമുക്ക് ബൈക്ക് ഓടിക്കാം, അല്ല 50 വരെ നമുക്ക് ബൈക്ക് ഓടിക്കാം, അല്ലേ? 50 മാക്സിമം സ്പീഡ്. 50 വരെ നമുക്ക് ഓടിക്കാം. 50 വരുന്ന വണ്ടിയാണെങ്കിൽ അതൊന്ന് ബ്രേക്ക് പിടിച്ച് സ്ലോ ആവാൻ അത്രയും സമയം എടുക്കും, കാരണം അത്രയും സ്പീഡിൽ വരുന്ന വണ്ടിയല്ലേ. അപ്പം
അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിസ്റ്റൻസ് നമ്മൾ തന്നെ മനസ്സിൽ കൊണ്ടു കിടക്കണം. ഫ്രണ്ടിൽ ഒരു വണ്ടി ബ്രേക്ക് പിടിക്കും എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ബ്രേക്ക് കൈ വെച്ചേക്കണം. കാരണം ഉറപ്പാണ് നമുക്കറിയില്ല ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കാരൻ എപ്പോഴാണ് ബ്രേക്ക് പിടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഓർക്കാൻ പറ്റത്തില്ല. അതിനു മുന്നേ നമ്മൾ തന്നെ ഒരു സുരക്ഷ ഇങ്ങനെ കൈ വെച്ചിരിക്കണം. എന്നിട്ട് നമ്മൾ ആ വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം. ആ വണ്ടിയുടെ പുറകെ ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ് പ്രവർത്തിക്കുന്നതാണോ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ചിരിക്കണം. പക്ഷെ എല്ലാ വണ്ടികളിലും പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്കത് പണി കിട്ടും. പക്ഷെ വണ്ടിയുടെ സ്പീഡ് കുറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അത് നോക്കിയിട്ട് ബ്രേക്ക് പിടിക്കണം. അപ്പൊ ഞാൻ ഓടിച്ച് കാണിക്കാം. അതിനു മുന്നേ ഈ ഓടിച്ച് വണ്ടി ബ്രേക്ക് പിടിക്കുമ്പോൾ കാലുകൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കാം. അപ്പൊ ഞാനിത് ചെയ്യുമ്പോൾ ഉണ്ണി അത് അതിന്റെ രീതി പറഞ്ഞാൽ മതി. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, അതുകൊണ്ട് ആ സമയത്ത് ഉണ്ണി പറയും. നമ്മള് സ്റ്റാൻഡില്ല, വണ്ടി ഓടി വന്നോണ്ടിരിക്കുക, കുറച്ച് അടുത്തോട്ട് വന്നോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് പിടിക്കുകയാണ്. ബ്രേക്ക് പിടിച്ച ഉടനെ നമ്മൾ കാലെടുത്ത് പുറത്തേക്ക് ഇടരുത്. അപ്പം സൈഡിലുള്ള മയിൽക്കുറ്റി, സൈഡിലുള്ള കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ തട്ടും, അല്ലെങ്കിൽ ചില വണ്ടികളൊക്കെ വരുവാണെങ്കിൽ തട്ടും, നമുക്ക് അപകടമുണ്ടോ. അതിന് നമ്മൾ കാല് ഇപ്പം ഈ കാല് രണ്ടും മോളിൽ വെച്ചിരിക്കാന്നിരിക്കട്ടെ, ഈ കാല് പിടിച്ചത് വണ്ടി സ്ലോ ആയി ഒരു വിധം വണ്ടി സ്ലോ. നമ്മൾ എപ്പോഴാണ് കാലെടുത്ത് മേളിൽ കയറ്റി വെക്കുന്ന ഒരു സ്പീഡുണ്ടല്ലോ, നമ്മൾ വണ്ടി ഓടി തുടങ്ങുമ്പോൾ കാലെടുത്ത് മേളിൽ കയറ്റി വെക്കുന്ന സ്പീഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ സ്പീഡ് എത്തുമ്പോഴേ നമ്മൾ കാലെടുത്ത് താഴോട്ട് വെക്കാവുള്ളൂ. അത് മാത്രം ഓർത്തിരുന്നാൽ വണ്ടി നമുക്ക് ബാലൻസ് ചെയ്യാനും കാലെടുത്ത് മേളിൽ വെക്കാനും ഒരു സ്പീഡ് നമുക്കുണ്ട്. ആ സ്പീഡ് തന്നെ നമ്മൾ കാലെടുത്ത് താഴോട്ട് വെക്കാനും നമ്മൾ ആ ഒരു സ്പീഡിൽ നമ്മൾ കാലെടുത്ത് താഴോട്ട് വെക്കാനും ശ്രമിക്കാവുള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. അതായത് ഞാൻ പറയട്ടെ, ഒരുവിധ സ്പീഡായി കഴിഞ്ഞാണ് നമ്മൾ കാലെടുത്ത് മേളി വെക്കുന്നത്. പക്ഷെ ആ കാലെടുത്ത് വെക്കുന്നതിന് പുറകിലത്തെ സ്പീഡ്, അതായത് നമുക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അത്രയും സ്പീഡ് കുറയുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിലല്ലേ നമ്മൾ കാല് താത്തേണ്ടത്. ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഉണ്ണിക്ക് പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായില്ല. ഉണ്ണി കാലെടുത്ത് വെക്കുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ, വണ്ടി ഓടി തുടങ്ങുമ്പോൾ കാലെടുത്ത് വണ്ടിയിലോട്ട് കയറ്റി സ്പീഡ് കൂടുവാണല്ലോ, സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക. ചെറിയൊരു സ്പീഡിൽ നിന്ന് വലിയ സ്പീഡിലേക്ക് വരിക. ഉദാഹരണം 10 കിലോമീറ്റർ സ്പീഡ് എത്തുമ്പോഴാണ് ഉണ്ണി കാലെടുത്ത് വെക്കുന്നതെന്നിരിക്കട്ടെ, തിരിച്ച് വണ്ടി നിർത്താൻ നേരവും 10 കിലോമീറ്റർ എത്തുമ്പോൾ ഉണ്ണി എടുത്ത് കാല് താഴ്ത്തു വെച്ചാൽ മതി. അന്നേരം ഓൾറെഡി സ്പീഡ് അല്ലേ? അല്ല, അപ്പൊ സ്പീഡ് കുറയുവാണല്ലോ. നമ്മൾ 40 നിന്ന് 10ലേക്ക് കുറയുവാണ്. 40 നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാൽ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മറിഞ്ഞു വീഴും. അതുകൊണ്ട് വണ്ടി സ്പീഡ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ പഴയ സ്പീഡിൽ എത്തുമ്പോൾ കാലെടുത്ത് കയറ്റി വെക്കുന്ന ആ ഒരു സ്പീഡ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സേഫ്. ആ സ്പീഡ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ താഴോട്ട് വെക്കുക. അപ്പത്തേക്കും വണ്ടി നമുക്ക് നിൽക്കല്ലേ, നിന്നോണ്ടിരിക്കുകയല്ലേ. കാര്യം മനസ്സിലായി? അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ എന്തായാലും വണ്ടി തിരിച്ചുകൊണ്ട് വരാം. വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഹെൽമെറ്റ് വെക്കണം കേട്ടോ. ഇതൊരു വളവാ, കുറച്ച് പുറകോട്ട് വയ്ക്കാം. ചേട്ടനിപ്പോൾ അവിടുന്ന് അത്യാവശ്യം സ്പീഡിലാണ് വരുന്നത്. മണ്ണ് റോഡായതുകൊണ്ട് വലിയ സ്പീഡ് എടുക്കാൻ പറ്റില്ല, എന്നേരം കാല് കയറ്റി വെച്ചായിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തെത്തുമ്പം ഏട്ടന് നിർത്തണം. ആദ്യം ഒരു കാലിറക്കി അല്ലേ, ചേർക്ക് ഒരു കാലം ഇറക്കി വെച്ച് കഴിഞ്ഞാല് ബാലൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. രണ്ട് കാലും വണ്ടി ഇപ്പുറത്തെ വണ്ടികളോ തടസ്സങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പതുക്കെ 2 കാലത്തേക്ക് താഴേക്ക് വെക്കാം. ഞാൻ വണ്ടി സ്റ്റാൻഡിൽ ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പൊ വണ്ടി ഓടുന്നു വിചാരിച്ച് നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ വണ്ടി സ്റ്റാൻഡിൽ ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാം. സ്റ്റാൻഡിൽ ഇടുന്ന നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും സംശയം ഉണ്ടെന്ന് കണ്ടോട്ടെ. കണ്ടോ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് സ്റ്റാൻഡിൽ ഇട്ടാം. ഞാൻ ഹെൽമെറ്റ് മാറ്റിയാണ്, വണ്ടി ഓടിക്കുന്നില്ലേ. ഹെൽമെറ്റ് ഇവിടെ വെക്കാമല്ലോ. നമ്മളിപ്പോൾ വണ്ടി ഓടുകയെന്നിരിക്കട്ടെ, വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. കാല് ഞാൻ വണ്ടി ഓടുമ്പോൾ വണ്ടി ഓടി തുടങ്ങി കഴിയുമ്പോൾ കാലെടുത്ത് ഞാൻ മുകളിൽ വെച്ചു. വണ്ടി ഞാൻ നല്ല വൃത്തിയായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വണ്ടി ഈ കൈവിടുന്നത് നോക്കണ്ട, പെട്ടെന്ന് ഒരു വണ്ടി ബ്രേക്ക് പിടിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, പുറത്തെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, കൂട്ടത്തെ ഫ്രണ്ടിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. വണ്ടി സ്ലോ ആവുന്നു. വണ്ടി ഇപ്പോൾ നിൽക്കുമ്പോൾ ഒരു കാലെടുത്ത് വെക്കുന്നു, 2 കാലെടുത്ത് വെക്കുന്നു. അപ്പൊ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പേ തന്നെ ഏട്ടൻ മറ്റേ ഫ്രണ്ട് ബ്രേക്കും കൂടെ പിടിക്കുന്നുണ്ടല്ലേ? പിടിക്കുന്നുണ്ട്. അപ്പം എങ്കിലേ ഈ ഫ്രണ്ട് ബ്രേക്കും കൂടെ പിടിച്ചെങ്കിലല്ലേ വണ്ടി കുറച്ചുകൂടെ സ്ലോ ആവത്തുള്ളൂ. ഞാൻ ഒന്നുകൂടി പറയാം. ഞാൻ നല്ല സ്പീഡിൽ വണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിൽ വണ്ടി 40 ലൈറ്റ് ഓഫ് ചെയ്യാം. 40 പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വണ്ടി ബ്രേക്ക് പിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. പുറകിലെ ബ്രേക്ക് പിടിച്ചു, വണ്ടി സ്ലോ ആയി. മുന്നിലെ ബ്രേക്ക് പിടിച്ചു, നന്നായിട്ട് സ്ലോ ആയി. അപ്പോഴത്തേക്ക് വണ്ടി ഏകദേശം എനിക്ക് കാല് കുത്താനുള്ള സമയമാവും. അതൊക്കെ ഞാൻ കാല് രണ്ടുകൂടെ താത്തു വെച്ചു. രണ്ടുകൂടെ താത്തു വെച്ചാലും ഒന്നുകൂടെ താത്തു വെച്ചാലും അത് നമ്മുടെ ബാലൻസ് പോലെ ചെയ്താൽ മതി. പക്ഷെ എപ്പോൾ നമ്മൾ താത്തു വെക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. നല്ല സ്പീഡുള്ളപ്പോൾ ഒരിക്കലും താത്തു വെക്കരുത്. അതൊക്കെ അതിനു മുമ്പേ നമ്മൾ ആക്സിലേറ്റർ കുറച്ച് കൊണ്ടുവരണം.
അതെ, ആക്സിലേറ്റർ ആദ്യമേ മാറ്റണം, കുറയണം. ആക്സിലേറ്റർ മാറ്റി ബ്രേക്ക് പിടിച്ച് പിന്നെ കാലെടുത്ത് താഴെ ഇടും. അങ്ങനെ ചെയ്യണം. ആ ഒരു കാര്യം ഓർത്തിരിക്കണം. അപ്പം ഇത് കാണാതെ പഠിച്ചുകൊണ്ട് പോയിട്ട് ഒരുപക്ഷെ ആദ്യമേ കാലെടുത്ത് താഴെ വെച്ചിട്ട് പിന്നെ ആക്സിലേറ്റർ കുറച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ പ്രയാസം തോന്നും. അത് ആദ്യം നമ്മളിപ്പോൾ പോവാണ്, ഫ്രണ്ടിലെ വണ്ടി ഇതായി നിർത്താൻ പോകുന്നു, ഞാൻ ആക്സിലേറ്റർ ഇതായി മാറ്റി, ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പെട്ടെന്ന് ആക്സിലേറ്റർ മാറ്റി, പുറകിലത്തെ ബ്രേക്ക് പിടിച്ചു, വണ്ടി സ്ലോ ആയി, ഫ്രണ്ടിലത്തെ ബ്രേക്ക് പിടിച്ചു, ഒന്നുകൂടെ സ്ലോ ആയി. ഇതൊക്കെ ഞാൻ കാലിങ്ങനെ എടുത്തു. കാല് എത്താൻ ബുദ്ധിമുട്ടുള്ളവരാണ് കുറച്ചൊന്ന് മുന്നോട്ട് ഇറങ്ങിയിരുന്നാൽ മതി കേട്ടോ. കുറച്ചൊന്ന് മുന്നോട്ട് ഇറങ്ങാൻ നേരം അത് നമുക്ക് അറിയാമല്ലോ. കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ വണ്ടി ഇങ്ങനെ മുട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ കാലൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ കുറച്ചൊന്ന് മുന്നോട്ട് ഇറങ്ങി നിൽക്കുക. അങ്ങനെ നമുക്ക് അപ്പോൾ ബ്രേക്ക് പിടിച്ചിട്ട് നിർത്തുന്ന വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ ചവിട്ടി നിർത്തുമ്പോൾ ബാലൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നത് ഈ സ്പീഡ് കൂടുന്നത് കൊണ്ടാണ്. വണ്ടി സ്പീഡ് കൂടുതലുള്ളപ്പോൾ നമുക്ക് വണ്ടി പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കാലെടുത്ത് വെക്കുന്ന അതേ സ്പീഡിൽ തന്നെ കാലെടുത്ത് താഴെ വെച്ചാൽ ആദ്യം നമ്മൾ ആക്സിലേറ്റർ നന്നായി കുറയ്ക്കണം, എങ്കിൽ തന്നെ ഫുള്ള് കുറയ്ക്കണം. നമ്മൾ ഫുൾ ആക്സിലേറ്റർ മാറ്റണം. ആക്സിലേറ്റർ ഫുൾ മാറ്റിയതിനു ശേഷം ഇടത്തെ ബ്രേക്ക് പിടിക്കുക, വലത്തെ ബ്രേക്ക് പിടിക്കുക, വണ്ടി സ്ലോ ആവും. കാലെടുത്ത് താഴെ വെക്കാനൊരു സ്ലോ ഉണ്ടല്ലോ, സ്ലോ ആയിട്ട് കാലെടുത്ത്. പിന്നെ എപ്പോഴും നമ്മൾ വണ്ടി നിർത്തേണ്ട സാഹചര്യം വരും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. നമ്മൾ നേരെ നോക്കി വണ്ടി ഓടിക്കണം. ഒരിക്കലും വണ്ടി ഇവിടേക്ക് നോക്കരുത്, തൊട്ട് മുന്നിൽ നോക്കരുത്, നേരെ നമ്മൾ കുറച്ച് മുന്നോട്ട് നോക്കണം. ഇന്നൊന്നും സൈഡിൽ നോക്കണ്ടെന്നല്ല, അതിനൊക്കെ മിററൊക്കെ നോക്കി നമ്മൾ ഓടിക്കണം. മിറർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, അതിന് പുതിയ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ അങ്ങനെ മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചാൽ മതി. നമ്മളെപ്പോഴും ശ്രദ്ധ ഫ്രണ്ടിലോട്ടായിരിക്കണം. ഈ കൂട്ടത്തിൽ നമ്മൾ ഫോൺ വിളിക്കാനോ അടുത്തുള്ള ആളുടെ കാര്യം പറയാനോ അപ്പുറത്തിപ്പുറത്ത് നിൽക്കുന്നവരെ നോക്കാനോ ഒന്നും പാടില്ല. ശ്രദ്ധ ഫുൾ ഡ്രൈവിങ്ങിലായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു അപകടം ഉണ്ടാകാതെ മറിഞ്ഞൊന്നും വീഴാതെ. കുറെ പേര് മറിഞ്ഞൊക്കെ വീണെന്ന് പറയുന്നു. ഇതൊക്കെ പേടി കൊണ്ടാട്ടോ. നമ്മൾ പേടിക്കാൻ നശിപ്പിക്കൊന്നും വേണ്ട. എല്ലാവരും നമ്മളെപ്പോലെ തന്നെ പഠിച്ചു വന്ന ആൾക്കാർ, ആരും പൂർണ്ണമായിട്ട് വണ്ടി പഠിച്ചുകൊണ്ട് വന്ന ആൾക്കാരല്ല. പോകെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനും ഉണ്ണിയും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം പേടിക്കാതെ വണ്ടി ഇങ്ങനെ എടുക്കുക. ഇപ്പം ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ നല്ല സ്പീഡിൽ പോവാണ്. ഇതിപ്പോൾ ഓടിച്ച് കാണിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവാനാണ് കേട്ടോ ഏട്ടൻ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് കാണിച്ചു തരുന്നത്. എന്താ നിങ്ങൾ ഓടിച്ച് ക്യാമറ കൊണ്ട് കൂടെ ഓടേണ്ടി വരും. അതെ, അന്നേരം കൃത്യമായിട്ട് കിട്ടുന്നില്ല. വിചാരിക്കുക, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, മുമ്പിലെ വണ്ടി ബ്രേക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ എനിക്ക് നിർത്തേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇടത്തോട്ടാണ് നിർത്തേണ്ടതെങ്കിൽ ഞാൻ ഇടത്തെ ഇൻഡിക്കേറ്റർ ഇട്ടു. വണ്ടി ഇടത്തെ ഇൻഡിക്കേറ്റർ ഞാൻ കുറച്ച് മുന്നേ ഇട്ടേ. അതിന് ശേഷം ആക്സിലേറ്റർ മാറ്റുന്നു, ഇടത്തെ ബ്രേക്ക് പിടിക്കുന്നു, വലത്തെ ബ്രേക്ക് പിടിക്കുന്നു, അതൊക്കെ വണ്ടി കൊണ്ടുവന്ന് സ്ലോ ചെയ്യുന്നു, കാല് താഴെ സ്ലോ ചെയ്തതിന് ശേഷം കാല് താഴെ വെക്കുന്നു. ഇത് മാത്രം മൈൻഡിൽ വെക്കുക. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത പുതിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇതാണ് ഏറ്റവും നല്ല ട്രിക്ക്. ഇതിന് വേറെ ട്രിക്ക് ഉണ്ട്, നമുക്ക് അതും പറഞ്ഞുതരാം. എല്ലാവരും നമ്മുടെ വണ്ടി ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ടിവ ലിമിറ്റഡ് എഡിഷൻ 6G, ആക്റ്റീവ് 6G തന്നെ, ഏറ്റവും പുതിയ മോഡലാണ്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ കമൻറ്റും നമ്മൾ മറുപടി തരാൻ കേട്ടോ. കുറച്ച് താമസിച്ചെങ്കിലും എല്ലാം നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ഇനി ഞാൻ പ്രാക്ടീസ് ചെയ്യട്ടെ.